ഹായ്, എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷവും 3-4 മാസമായെന്ന് തോന്നുന്നു. ഇപ്പം എന്താ പറയുക, ആസ് യൂഷ്വൽ തന്നെയാണ്. ഇപ്പം ഞാൻ ഇപ്രാവശ്യം ഇവിടെ വന്നത് ഇപ്പം PRP എടുക്കാനാണ്. ഞാനിപ്പോൾ 3ാമത്തെ ബയോട്ടിൻ PRP ആണ് ചെയ്യുന്നത്. ഇപ്പം ആദ്യത്തെ ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് സാധാ PRP ചെയ്തിട്ട് പിന്നെ ബയോട്ടിൻ PRP ആണ് എനിക്ക് ഡോക്ടർ പ്രിഫർ ചെയ്തത്. അത് ചെയ്തു പോകുന്നു. അങ്ങനെ ഹെയർ ഫാൾ എന്ന് പറയാനായിട്ട് എനിക്ക് വലുതായിട്ടൊന്നുമില്ല. ഞാൻ ആ PRP ചെയ്തതിന് ബയോട്ടിൻ PRP ചെയ്തിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ആദ്യത്തെ ഒരു ഹെയർ ഫോൾ പോലെ തോന്നി. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് മിനോക്സിൽഡ് എല്ലാ ദിവസവും തേക്കുന്നുണ്ടല്ലോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഡോക്ടർ. അപ്പോൾ അത് എല്ലാ ദിവസവും കൃത്യമായി മിനോക്സിൽഡ് തേക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻ കഴിക്കുന്നുണ്ട്. ഇത് കൂടാതെ വേറെ പ്രത്യേകിച്ച് ഞാൻ റെഗുലർ ലൈഫിലൊന്നും ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങ് പൊക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ എൻ്റെ ഈ പറയുന്ന പോലെ ഒരുപാട് കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ സമീപിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയേണ്ടത് ഒരു ആഡാണോ എന്നാണ് അറിയേണ്ടത്. ഇതൊരു ആഡല്ലെന്നും ഇത് കൃത്യമായി ഞാൻ എന്നെ തന്നെ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്തതാണെന്നും എല്ലാവരുടെ അടുത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട്. വേറൊന്നുമില്ല, എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് ചെയ്യാം. എല്ലാവരും എന്താ പറയുക, കൃത്യമായി ഒരു നല്ല ഒരു പരിചരണമാണ് ആവശ്യം, നല്ലൊരു ക്ലിനിക്കാണ് ആവശ്യം. അതുകൊണ്ട് കൃത്യമായി ഡെൻസിറ്റയിലോട്ട് വരും. അത്രയേ ഉള്ളൂ.